ശരീരത്തിലെ മഗ്നീഷ്യത്തിന്റെ ലെവലും മൈഗ്രെയിനും റിലേറ്റഡ് ആണ്. മഗ്നീഷ്യം ബ്രെയിനിലെ ഗ്ലൂട്ടാമേറ്റ് പോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ട്രിഗറിങ് ഫാക്ടേഴ്സിനോട് എക്സ്പോസ്ഡ് ആവുമ്പോൾ ബ്രെയിൻ ഹൈപ്പർ എക്സൈറ്റബിൾ ആവുന്നത് പ്രിവെന്റ് ചെയ്യാനും മൈഗ്രെയിൻ തലവേദന തടയുന്നതിനും ഹെൽപ്പ് ചെയ്യും. മഗ്നീഷ്യം ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാനും ബ്ലഡ് വെസൽസിൽ സർക്കുലേഷൻ കറക്റ്റായി റെഗുലേറ്റ് ചെയ്യുന്നത് കൊണ്ടും മൈഗ്രെയിനിൽ നിന്നും ഇംപ്രൂവ്മെന്റ് ഉണ്ടാവും. മഗ്നീഷ്യത്തിന്റെ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി സെൽസിലെ മൈറ്റോകോൺട്രിയയിൽ ATP പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും ഇൻഫ്ലമേഷൻസും കുറയ്ക്കാനും മൈഗ്രെയിൻ അറ്റാക്സ് പ്രിവെന്റ് ചെയ്യുകയും ചെയ്യും. തലവേദനയോടൊപ്പം അമിതമായ ക്ഷീണം, ഡിപ്രഷൻ, ആൻസൈറ്റി, മുഖത്ത് പ്രത്യേകിച്ച് കണ്ണിന് ചുറ്റും കൈകാലുകളിലും മസിൽസിനുണ്ടാകുന്ന തുടിപ്പ്, സ്പാസം, നിസ്റ്റാഗ്മസ് അഥവാ കണ്ണിനുണ്ടാകുന്ന അബ്നോർമൽ മൂവ്മെന്റ്സ്, പാൽപിറ്റേഷൻ എന്നിവയൊക്കെ ശരീരത്തിൽ മഗ്നീഷ്യത്തിന്റെ അളവ് കുറയുമ്പോഴുണ്ടാകുന്ന സിംറ്റംസ് ആണ്. മൈഗ്രെയിനിന് ട്രീറ്റ്മെന്റ് എടുക്കുന്നതിനോടൊപ്പം ഡയറ്റിൽ ചീര, മുരിങ്ങയില പോലെയുള്ള ഇലവർഗ്ഗങ്ങൾ, ചെറുധാന്യങ്ങൾ, ബ്രൗൺ റൈസ് ഒക്കെ പോലെ തവിടോട് കൂടിയ ധാന്യങ്ങൾ, ആൽമണ്ട്, കാഷ്നട്ട് പോലെയുള്ള ഡ്രൈ ഫ്രൂട്ട്സ്, ചിയ സീഡ്, പംകിൻ സീഡ്, ബനാന ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യുമല്ലോ. ബൈ.